എല്ലാവരും ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഗുഡ് നൈറ്റ് വീഡിയോയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാളെ നമ്മൾ മോള് വരിട്ടാ, വന്നാൽ 2 ദിവസം നിൽക്കും. അപ്പം എന്നും ഞാൻ ഈ പല്ലവി പാടുമ്പോൾ ബോറടിക്കണ്ടാവില്ലേ? ക്ഷമിച്ചാൽ എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തരുന്നില്ലേ? നമ്മളെ കഥയൊക്കെ തീരാറായിട്ട് നമുക്ക് പുതിയൊരു കഥ തുടങ്ങണമെന്ന്. കേക്കോ പുതിയ കഥ സ്റ്റാർട്ട് ചെയ്താൽ? അപ്പം നമുക്ക് എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം പറഞ്ഞ് വരാൻ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു കഥ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, സന്തോഷമായിട്ടിരിക്കുന്നത്. നമ്മൾ കഥയിലേക്ക് പോവുകയാണ്, ദേഷ്യം പിടിക്കാതെ കേട്ടാ. അപ്പം നമ്മൾ ഹരി എവിടെയാണ് എത്തിയത്? മഞ്ജുമോള് ഫോണ് വെച്ചിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിട്ട് ഹരി ഇങ്ങനെ നിൽക്കില്ലേ. അപ്പം ഇന്നലെ പിന്നെ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വന്ന് ഞാൻ ഈ ചോടി അങ്ങനെ പിന്നെ ആ ഭാഗമല്ല കേട്ടോ. പിന്നെ അവിടെ മഞ്ജുവിൻ്റെ വീട്ടിൽ നമ്മളെ കൊച്ചി. അപ്പോൾ നമ്മൾ അവിടെ പറയാം, ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണു. മഞ്ജു പോയിട്ട് 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞു മഞ്ജു മോള് പോയിട്ട്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ബാലശർമ്മ പിന്നെ പത്രം എടുത്ത് നോക്കി, മറച്ചിട്ടോ ഒന്നും വായിക്കാൻ പറ്റാറില്ല. മോളോട് ഉരിയാടിയിട്ട് കുറേ ദിവസങ്ങളായി. ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴിമാറി. അപ്പോൾ ഇനി അദ്ദേഹം ഒരൊറ്റ മാസമുള്ളൂ. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, 1 മാസമുള്ളൂ ഇനി ഞാൻ പോകാൻ. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരുക്കി വെച്ച പദ്ധതിയൊക്കെ നടപ്പിലാക്കിയിട്ട് വേണം പോവാൻ. അപ്പോൾ ഇന്ന് ജയകൃഷ്ണ വരും. അവൻ വന്നാൽ തീരുമാനം അറിയാം. ജയേഷുമായിട്ടുള്ള കല്യാണം. അതാണ് ഒരു ദിവസം മുമ്പ് 2 ദിവസം മുന്നേ, ഒരു ആഴ്ച മുന്നേയൊക്കെ മഞ്ജുവിന് വീട്ടിൽ പോയില്ലേനു അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജയേഷ് വന്നാൽ അറിയാം എന്താണേക്കും. ജയേഷല്ല, കൃഷ്ണകുമാർ. ജയേഷ് ഡോക്ടർ കേട്ടോ, കല്യാണം നോക്കിച്ച ചെക്കൻ. അപ്പോൾ മറ്റേതും ഡോക്ടറിനെ. കൃഷ്ണകുമാർ വന്നാൽ അറിയാം ജയേഷിനോട് എന്താ പറഞ്ഞത് എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാം. ഇന്നറിയാം. ഇന്ന് കൃഷ്ണകുമാർ വരും. അങ്ങനെ പത്രം വെറുതെ മറച്ചു വെക്കുക, അല്ലാണ്ട് ഒരു വിശേഷവും വായിക്കാൻ ഡോക്ടർക്ക് പറ്റിയില്ല. എന്താ വെച്ചാൽ മോളോട് മിണ്ടാത്തത് ഭയങ്കര വിഷമമാണ്. കാരണം മോള് എടുത്തിരി സ്ട്രിക്റ്റ് ആയാലല്ലേ മോള് സമ്മതിക്കുള്ളൂ. നമ്മളെ ഹരിനെ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മഞ്ജു മോള് കരയൂലേ. അങ്ങനെ പിന്നെ ഹരിനെ പരിചയപ്പെട്ടോ. അവൾക്ക് എങ്ങനെ ഹരിനെ പിരിയാൻ പറ്റൂല്ലേ? അത്രയ്ക്ക് സ്നേഹം കേട്ടോ അവന്. അടുത്ത കഥ നല്ല കഥ കേട്ടോ, നല്ല സൂപ്പർ പ്രണയമാണ്. അത് നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. അതിൽ പ്രണയം എന്താണെന്നുള്ളത് ശരിക്കും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ മഞ്ജുമോള് അല്ല ഡോക്ടറൊക്കെ ചിന്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കാറ് ഗേറ്റിൻ്റെ പുറത്ത് വന്ന് നിൽക്കും. അപ്പോൾ വാസുപിള്ള ഓടിപ്പോയി ഗേറ്റ് തുറന്നു കൊടുക്കും. അപ്പോൾ ആ കാറ് പോർച്ചിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് അതിന് കൃഷ്ണകുമാർ ഇറങ്ങും, ഡോക്ടർ. അപ്പോൾ ഡോക്ടർ വേഗം വന്ന് അതിന് ഇവർ രണ്ടാളും, ഈ ഡോക്ടറും കൃഷ്ണകുമാറും കൂടി പോയിട്ട് അവർ വേറെ ഒരു ഹാളിൽ എന്നുവെച്ചാൽ അവിടെ വേറെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് പോയി വാതിലടിച്ച് അവർ സംസാരിച്ചു. മഞ്ജു പിന്നെ മേലെ നിന്ന് അങ്ങനെ ഒന്നും ഇറങ്ങി വരില്ല. അവർക്ക് ആരാള് പാവം 1 മാസം എങ്ങനെ അവിടെ നിന്നാവോ. പിന്നെ അങ്ങനെ എന്താ വെള്ളറക്കാണ് ഞാൻ വേഗം പറയട്ടാ. അപ്പോൾ പറയും, പിന്നെ എന്തായി കൃഷ്ണകുമാറെ, നീ അവൻ്റെ അടുത്ത് പറഞ്ഞോ? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. എന്താ അവൻ പറഞ്ഞേറെ? അപ്പോൾ അവനൊന്ന് പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരിട്ട് മമ്മീൻ്റെ അടുത്ത് പോയി പറയണം. ഡാഡി അവിടെ അല്ല, ഡാഡി 2-3 മാസം കൂടുമ്പോൾ വരുള്ളൂ. അപ്പോൾ മമ്മി ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയണം. എന്നും ഞാൻ 8 മണിയാകുമ്പോൾ രാവിലെയാണ്. അപ്പോൾ അപ്പം പറയും, ആണോ പെണ്ണിനെ കാണിക്കുക. അപ്പോൾ ഡോക്ടർ പറയും, ഓൻ പറഞ്ഞത് എന്താ വെച്ചാൽ കൃഷ്ണകുമാറിനോട് ഡോക്ടർ എൻ്റെ അമ്മേൻ്റെ അടുത്തൊന്ന് സംസാരിക്കുക. ഞാൻ കല്യാണക്കാരും പോയി അങ്ങോട്ട് പറയണ്ടേ, പെണ്ണൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും നേരിട്ട് ഇപ്പോൾ ഡോക്ടർമാർക്കൊക്കെ നേരിട്ട് അന്വേഷണം വരുള്ളൂ. ചെക്കന്മാരൊക്കെ തേടി പോണ കാലമാണ് ഇപ്പോഴും അതന്നെയാണ്. അപ്പോൾ എന്താ അറിയില്ല, നല്ല ആവിടല്ലേ, ലേശം വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെ
ഡോക്ടറിൻ്റെ കൂടെ വന്നാൽ മതി, മമ്മീൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്നാൽ നീ പോ കൃഷ്ണകുമാറെ, എന്നാൽ പിന്നെ അവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിച്ചാളെ, എന്നാൽ പിന്നെ ഞാൻ അന്വേഷിക്കാനൊന്നും പോകണ്ടല്ലോ, നീ ഒക്കെ അന്വേഷിക്കുക, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം എന്നൊക്കെ പറയും. അപ്പോൾ പറയും പിന്നെ ശേഷി വന്നാൽ മഞ്ജുവിനെ പെണ്ണ് കാട്ടാൻ പോയോ അവളെന്തെങ്കിലും അവനോട് തുറന്ന് പറഞ്ഞാലോ എന്ന് നമ്മളെ ബാലശർമ്മ പറയാട്ടോ. അപ്പോൾ അപ്പം എന്ത് ചെയ്യും, അവൾ വേണേ പറയും എന്നറിയും. അപ്പം എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യാം, ഞാൻ വരാം, ജയേഷിൻ്റെ അമ്മേൻ്റെ അടുത്ത് സംസാരിക്കാം, ഞാൻ വരാം, ഡോക്ടർ ഞാനും കൂടി വരാം, പിന്നെ ഞാൻ അവളെ ഫോട്ടോ എടുക്കാം, പിന്നെ എന്നിട്ട് അത് അവന് കാണിച്ചു കൊടുക്കാം, അവൻ്റെ മമ്മിക്കും കാട്ടാം, ഫോട്ടോ കാണിട്ടപ്പം കുട്ടീനിട്ടും കുറപ്പിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ സെറ്റ്, അങ്ങനെയുള്ള തീരുമാനമായി. അപ്പോൾ എന്നാൽ ശരിയെന്ന് പറയും. അങ്ങനെ നമുക്ക് നാളെ പോവല്ലേ എന്നറിയും. അപ്പോൾ പറയും നമുക്ക് നാളെ പോവാറ്. അങ്ങനെ ഡോക്ടർ പിന്നെ ഒക്കെ റെഡിയായി, പിന്നെ വാസുപിള്ളേനോട് എല്ലാ കാര്യം പറയും, ഇങ്ങനെ പോവാണ്, അവളടുത്ത് പറയേണ്ട, ഇന്ന് ഞാൻ വരില്ല, പിന്നെ നാളെ വരുള്ളൂ, കാരണം കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ നാളെ വരുള്ളൂ പിന്നെ എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു പോയിണ്ടാവും. അങ്ങനെ വൈകുന്നേരമായിട്ട് ഡാഡീനെ കാണാഞ്ഞപ്പോൾ ഇവിടെ വയ്ക്കുക, ഡാഡി എവിടെ പോയി, വാസുപിള്ള ആർക്കറിയാം മോളെ, പിന്നെ ഇന്ന് വരുമെന്ന് തോന്നണില്ല, ഇന്ന് വരൂലേ ചിലപ്പോൾ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് അടച്ചാട്ടെന്ന് പറഞ്ഞ് ഗേറ്റൊക്കെ ലോക്ക് ചെയ്യണം. ആ കൂട്ടാൻ പോയ പറഞ്ഞവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, അവൾ ഓടിപ്പോവും, മേലോട്ട് പോയിട്ട് ഡാഡീൻ്റെ റൂമിൽ പോയി അങ്ങോട്ട് വാതിലടയ്ക്കും, എന്നിട്ട് ഫോണെടുത്ത് കിടക്കയിൽ വെച്ച് കണ്ടോൾ അങ്ങനെ നമ്മൾ ഹരീനെ വിളിക്കും. ഹരീനെ വിളിച്ചാൽ കിട്ടില്ല, അതിന് 2-3 പ്രാവശ്യം വിളിക്കും, അപ്പോഴൊന്നും കിട്ടില്ല. അപ്പോഴേക്കും കഷ്ടം, എവിടെ പോയി കിടക്കാം, നേരത്തെ വരുന്നല്ല ഹരി, ഇമ്പളെ ഹരി ഇപ്പം നേരത്തെ ഒന്നും വരില്ല കേട്ടോ, ഇമ്പളെ ഹരി ഷോപ്പ് അടച്ചിട്ടേ വരുള്ളൂ. ഇപ്പോൾ അവിടെ പോയാൽ അവന് മഞ്ജുവിൻ്റെ ഓർമ്മകളുണ്ടാവുക, ചെറിയമ്മൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നൂല, അവിടെയൊക്കെ മഞ്ജുമോൾ നിൽക്കണമാതിരി തോന്നും, അങ്ങനെ സങ്കടങ്ങളാണ്. അപ്പോൾ അവൻ വിചാരിക്കും അതിലും നല്ലത് നമുക്ക് ഇവിടെ നിൽക്കണം തന്നെയാണ്. അങ്ങനെ ഷോപ്പൊക്കെ അടച്ച അതിൻ്റെ ശേഷമാണ് അവൻ വരിക. അങ്ങനെ ഒരു 10-10:30 അവളിങ്ങനെ കിടക്കും, ഇങ്ങനെ ഓർത്ത് കിടക്കും, വിളിക്കും കിട്ടണില്ല. അവസാനം കടയിലേക്ക് വിളിച്ച പോലെ തന്നെയല്ലേ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്താൽ കടയിലേക്ക് വിളിച്ചൊക്കെ ആ നമ്പറില്ലേ പറഞ്ഞാൽ അവൾ അത്ര ചിന്തിച്ചില്ല, കാരണം 7:30 ആകുമ്പോഴത്തേന് അരി നമ്മളെ വീട്ടിലെത്തണമെന്നല്ലോ. അങ്ങനെ വിളിച്ചപ്പോൾ ഉണ്ടാവും അവൻ വാതിൽ തുറക്കലും വെല്ലടീന് ഫോൺ എടുക്കും. ഫോൺ എടുത്താൽ ഹലോ താരാ, ഹരി ഞാനാ, എന്ത് പറ്റി ഈ സമയത്തൊക്കെ വിളിക്കുക, ഹരി എവിടെയാണ് ഇത്രയും സമയം, പിന്നെ എത്ര സമയം, കുറേ നേരമായി വിളിക്കണം, ഞാൻ ഇപ്പം വിളിക്കാൻ തുടങ്ങിക്കുന്നു, ഡാഡി ഒന്നും ഇവിടെ ഇല്ലേനെ ഹരി, ഞാൻ 8 മണിക്ക് വിളിക്കാൻ തുടങ്ങിയിരുന്നു, 10 മണിയായി. ആണോ ഹരി ഇവിടെ, ഞാനിപ്പം കടയൊക്കെ അടച്ചിട്ട് വരാറുള്ളൂ, ഞാൻ ഇവിടെ വന്നിട്ട് ആരുണ്ടാവും, എൻ്റെ മോൻ സംസാരിക്കും, എക്സാമയ്ക്ക് ഒരു ഉമ്മ തരോ, ആര് തരും ഇങ്ങനെ ഉമ്മ, കണ്ടോ, അയ്യോ മതി എൻ്റെ കുട്ടീനോട് ഞാൻ എൻ്റെ മോൻ സംസാരിക്കുന്നുണ്ട്, അപ്പം ഞാൻ എന്താ ഇതറിയാം എന്നോട് എന്തെങ്കിലും കൊഞ്ചി ഓരോ വർത്തന പറയാൻ, നമ്മളെ കഥ കേൾക്കുമോ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക മറന്നുപോയി. അപ്പോൾ അവൻ പറയും ഞാൻ കട അടച്ചിട്ടാണ് വരല്ലേ എന്നൊക്കെ പറയും. ആണോ, ചെറിയമ്മൻ്റെ അടുത്തൊന്നും പോക്കില്ലേ, അവിടെയൊന്നും പോകാൻ പറ്റില്ല മഞ്ജു, എന്താ പറയണത്, എൻ്റെ മോൾ അവിടെയൊക്കെ മുക്കിലും മൂലയിലൊക്കെ നിൽക്കണ മാതിരിയാണ്, നീ ഇല്ലാണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടൊക്കെ പോകില്ല, എൻ്റെ ചെറിയമ്മൻ്റെ അടുത്തേക്കേ പോകില്ല, നീ വന്നതിന് ശേഷം ഇനി അങ്ങോട്ടൊക്കെ പോവുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അതൊക്കെ സംസാരിച്ച് അങ്ങോട്ട് പോവില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പിന്നെ അവൻ ചോദിക്കും ഇപ്പോൾ ആദ്യത്തെ നേരം എൻ്റെ തമ്പുരാട്ടിക്ക് എന്താണാവോ അറിയാൻ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അറിയും പിന്നെ ഒന്ന് ഇവിടം വരെ വരുമോ. അപ്പോൾ ചോദിക്കും എന്താ മച്ചു, എൻ്റെ വിശേഷം, എൻ്റെ പ്രശ്നമുണ്ടോ അതാ ചോദിക്കുക. അപ്പോൾ അറിയും ഒന്നുമില്ല പൊന്ന, അച്ഛ ഇവിടെ ഇല്ല, അമ്മ ഇല്ല എന്നാണ് പറയുമ്പോൾ, അച്ഛ ഇവിടെ ഇല്ല, ഡാഡി ഇവിടെ ഇല്ല, ഡാഡി ഇവിടെ ഇല്ല, പിന്നെ ഇന്ന് വരില്ല പറഞ്ഞു. അതോട് ഞാൻ തമാശ പറഞ്ഞു, എൻ്റെ പേടിപ്പിക്കല്ലേ പൊന്നെ, എങ്ങനെയൊന്നും പറഞ്ഞിട്ട് പെട്ടെന്നൊന്നും ഇവിടെ വരുമോ എന്നൊക്കെ പറയുമ്പോൾ ആൾ പേടിച്ചോ വേണ്ടി എന്നൊക്കെ പറയും. അത് എന്ത് പേടിക്കാൻ, അങ്ങനെ ഓരോ സംസാരമൊക്കെ സംസാരിച്ചിട്ട് പറയും ഇന്ന് നേരം പുലരുന്ന വരെ ഞാൻ ഉറങ്ങൂല ഹരി. അപ്പോൾ ഒരിക്കലും എന്താണാവോ ഉറങ്ങാത്ത, ഒരു ഡാഡി ഇവിടെ ഇല്ല, എൻ്റെ ഹരിനോട് എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കണം. അപ്പോൾ നേരം പുലരുന്നവരെ പെണ്ണിനെ കൊഞ്ചാനാ തീരുമാനം എന്നൊക്കെ ചോദിക്കാം തമാശയിൽ. അപ്പോൾ അവളറിയും ആണെന്ന് കൂട്ടിക്കോ, പക്ഷെ
ഇത്രയും സമയം വരെ അരി എവിടെയാണ്, കടയിൽ ഇത്രയും സമയമൊന്നും നിൽക്കൂല. പറയും ഞാൻ കടയിൽ നിന്ന് നേരത്തെ ഒന്ന് ഇറങ്ങി. ഇപ്പം ഞാൻ നേരം വൈകി തന്നെയാണ് വരല്, കടയൊക്കെ പൂട്ടിയിട്ടാണ് വരല്. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങി. എന്നിട്ട് എവിടെ പോയി, ഒരു സ്ഥലം വരെ പോയി. ആ സ്ഥലത്തിൻ്റെ പേരിൽ ഉണ്ടല്ലോ ഒരു സ്വർണ്ണക്കടയിൽ പോയി. എന്തിന്? നമുക്ക് പാദസരം വാങ്ങി തന്നില്ലേ, അപ്പോൾ ഇനിയും പാദസരം വാങ്ങാൻ പോയോ നോക്കിയോള്. അവർ അല്ല, ഒരു താലിമാല വാങ്ങാൻ പോയതാണ്. എന്നിട്ട് ഞാൻ താലിമാലയ്ക്ക് ഓർഡർ കൊടുത്ത്. ഞാനിന്ന് വായിക്കാൻ പോയതേന് കേട്ടോ. അപ്പം പറയും ഞാൻ ഒരു സ്ഥലം വരെ പോയതാണ് സ്വർണ്ണക്കടയിൽ. അപ്പം അതെന്തിനാണ് പോയത് വയ്ക്കുമ്പോൾ അവൻ പറയും, അവളോട് ഗസ് ചെയ്യാൻ പറയും അതെന്തിനാന്ന് മഞ്ജു പറയുന്നത്. അപ്പം പറയും ഓക്കെ അറിയാഞ്ഞു എന്തിനാണ്. അപ്പോൾ അവൾ പറയും അരിൻ്റെ ചെയിനൊന്നു മാറ്റി വാങ്ങാൻ പോയത്. അവന് ചെറിയ ചെയിനാണ്, അത് കൊടുത്ത് വലിയ ചെയിൻ വാങ്ങാനായിട്ടും പോയതായിരിക്കും എന്ന് അവളറിയാം. അത് മാറ്റി വാങ്ങാനായിട്ടും പോയതായിരിക്കും. അതൊന്നും ശരിയില്ലാതെ. അപ്പോൾ ഒരു 2-3 കാര്യങ്ങൾ ചോദിക്കും. മോതിരം വാങ്ങിച്ചു അങ്ങനെ ഓരോന്ന് ചോദിക്കും. അതൊന്നും ശരി. അപ്പോൾ പറയും എനിക്കറിയില്ല, ആര് തന്നെ പറയുന്നത്. അപ്പോൾ പറയും ഞാനൊരു എൻ്റെ പെണ്ണിനൊരു താലിമാല വാങ്ങാൻ പോയതാണെന്ന്, പണിയിക്കാനല്ല, വാങ്ങാൻ പോയതാണെന്ന് പറയാം. എന്നിട്ട് വാങ്ങിച്ചു. ഇപ്പോൾ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ അവൻ ബോക്സൊക്കെ തുറന്ന് കണ്ടോ നോക്കി എടുത്ത് അപ്പോൾ പറയും എന്താ ഹരി കണ്ണുപൊട്ടൻ്റെ മുന്നിൽ കാണിക്കുന്ന മാതിരിയാവണല്ലോ അത്, എനിക്ക് സങ്കടം വരുന്നിട്ട് നോക്കി കരയാനൊക്കെ തോന്നുന്നു. എന്തിന് അത് കാണാൻ പറ്റാത്തതിനോ? എന്തിനാ? എൻ്റെ കുട്ടിക്ക് അറിയേ വേണ്ട. എൻ്റെ കുട്ടിക്ക് താലിയൊക്കെ വാങ്ങിച്ചാൽ അരിയേട്ട നല്ല മുഹൂർത്തത്തിൽ അടുത്തന്നെ ഇത് എൻ്റെ മോളെ കഴുത്തിലണിയിക്കും. എന്നിട്ട് വേണം അരിയേട്ടൻ ആ നെഞ്ചിലൊന്ന് മുഖം ചേർത്ത് വെച്ച് ഉറങ്ങണം. അപ്പോൾ എന്നാണ് അരി ആ നിമിഷങ്ങളൊക്കെ വരും. എനിക്ക് പൂതിയാവണം അരീൻ്റെ അടുത്ത് എത്താൻ. എനിക്ക് അരീനെ കാണണം. നമ്മളെത്ര നല്ല നല്ല നിമിഷങ്ങളൊക്കെ നമ്മൾ വെറുതെ പോക്കിയല്ലോ അവിടെ നിന്നിട്ട്. അങ്ങനെയൊക്കെ പറയും. പോവാൻ നേരത്തൊരു 3 ദിവസമല്ലേ അവർ കിന്നരിച്ചും പുന്നരിച്ചൊക്കെ ഉള്ളു. അപ്പോൾ അവൾ പറയും പിന്നെ അങ്ങനെ പറഞ്ഞാൽ അവൻ പറയും പിന്നെ അതിന് നിൻ്റെ ഡാഡീനോടൊന്ന് കനിയാൻ പറയും, എന്നാൽ നമ്മളെ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ, ഹാപ്പി ആയില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഡാഡി ഇന്ന് എങ്ങോട്ടാണ് പോയതറിയില്ല, ഇന്ന് ഫുള്ള് ഇന്നിട്ട് പോയിട്ട് വന്നില്ല, എന്താണാവോ എങ്ങോട്ടാണ് പോയത് ഒന്നും എനിക്കറിയില്ല. അരി വല്ല ഗൂഢാലോചന ഉണ്ടോ പിന്നെ മോളേക്കും ആർക്കറിയാം. അപ്പോൾ അവൻ പറയും എനിക്ക് ചെറിയ പേടിയുണ്ട് അരി. എന്തിനാ പേടിക്കുന്നത്, വരും പോലെ വരട്ടെ, നമുക്ക് ഒരു കൈ നോക്കാന്ന്, എൻ്റെ കുട്ടി ധൈര്യമായിട്ടിരുന്നോന്ന് പറയും. അപ്പോൾ ഇവളെ പറയും പിന്നെ എൻ്റെ ചെറിയമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ അസുഖമൊക്കെ? നിൻ്റെ ചെറിയമ്മക്ക് നീ പോയതോടുകൂടി അസുഖം അതൊന്നും അങ്ങനെയൊന്നും പുറത്തേക്ക് കാണില്ല, ഞാൻ അങ്ങോട്ട് പോകലില്ല എന്ന് പറഞ്ഞില്ല, ഞാൻ പോകലില്ല, രാത്രിയാണ് വരാറ്, ഭക്ഷണമൊന്നും ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കി കഴിക്കില്ല, ഒക്കെ ഹോട്ടലിൽ നിന്ന്. അതെന്താ വീട്ടിലെ ഊണെല്ലായിരിക്കും ഇഷ്ടം? വീട്ടിലെ ഊണൊക്കെ ഇനി എൻ്റെ പെണ്ണ് വന്ന് വെച്ച് തന്നിട്ട് നമ്മൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ അതൊന്നും അറിയില്ലല്ലോ. അതിനെന്താ ആര്യേട്ടൻ്റെ കഴിവ് കിട്ടി, ആര്യേട്ടൊക്കെ പഠിപ്പിക്കൂലേ? എങ്ങനെ തല്ലി പഠിപ്പിക്കുമോ? തല്ലി പഠിപ്പിക്കുന്നത്. അപ്പോൾ അവൾ പറയും പിന്നെ തല്ലി പഠിപ്പിക്കുന്ന പറഞ്ഞപ്പോൾ നല്ല സൗണ്ടിൽ ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കട്ടോ. ആ ചിരി അവൻ ആ ഫോണിലൂടെ വന്ന് കാതിപ്പതിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ 1000 പുളകങ്ങൾ ഒന്നിച്ചു പുളഞ്ഞു. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അവൾ വയ്ക്കും എന്നാ ഇനി പഠിപ്പ് തുടങ്ങുന്നത്, അതൊന്ന് പറഞ്ഞാട്ടെ മാഷേന്ന് പറയും. അപ്പോൾ ആദ്യം കൈ കിട്ടട്ടെ, എന്നിട്ട് സ്വന്തമാക്കിയതിന് ശേഷം പഠിപ്പ് തുടങ്ങും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഡാഡി പിന്നെ ഞാൻ അത് കട്ടാക്കിയിട്ടാണ് പിന്നെ ഇവരെ ഭാഗം പറഞ്ഞത്. പിന്നെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരെ ഡാഡിയും പിന്നെ കൃഷ്ണകുമാർ അവിടെ എത്തിയല്ലോ. അവിടെ എത്തിയപ്പോൾ അവൻ്റെ മമ്മി അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവനും ഉണ്ടാവും. അപ്പോൾ അവൻ്റെ പിന്നെ അച്ഛൻ്റെ അനിയന്മാരും ഭാര്യമാരും ഒക്കെ ഉണ്ടാവും. അമ്മ വിളിച്ച് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ എവിടെ പോയതെന്ന് വെച്ചാൽ പറയാം അമ്മമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയതാണ്. പിന്നെ അപ്പോൾ ഇവരൊക്കെ അവിടെ ഏൽപ്പിച്ച് മമ്മി. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അപ്പോൾ ഇവർ പെണ്ണിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടമായി. ഏകദേശം ഡേറ്റ് എല്ലാം കുറിച്ച് അപ്പോൾ പിന്നെ പറഞ്ഞ് മമ്മിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഡാഡീനെ വിളിച്ച് പറഞ്ഞിട്ട് അപ്പോൾ ഡാഡി പറഞ്ഞ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് മോനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി, അപ്പോഴേക്കും ഞാനിവിടെ എത്തും. അങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണമൊക്കെ ഏകദേശം തീരുമാനിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ആ ഭാഗം ഞാൻ ഇതിൽ പറഞ്ഞില്ല.
അപ്പോൾ അവൻ്റെ മമ്മീനെയും ഡാഡീനെ അവർ കണ്ടില്ല. അങ്ങനെ പിന്നെ ചെറിയച്ഛനും ഓരെല്ലാവരും ഉണ്ട്. അങ്ങനെ ഏകദേശം തീരുമാനമൊക്കെ ആയിട്ട് അങ്ങനെ ഇവരിങ്ങോട്ട് പോരാണ്. പിറ്റേന്ന് എത്തുള്ളൂ. അങ്ങനെ നമ്മൾ മഞ്ജുമോൾ ഇവിടെ സംസാരിക്കുന്നതാണ് പിന്നെ വേണ്ടത്. അതപ്പോൾ ഞാൻ ഈ സംസാരം ആദ്യം എടുത്തിട്ടു, ഇത് കഥ നോക്കാണ്ട്, പിന്നെ ബുക്ക് നോക്കാണ്ട്. അങ്ങനെ നമുക്ക് ഇന്നത്തെ കഥ ഇവിടെ നിർത്തിയാലോ? ഫോണിൽ കുറച്ച് നേരം അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയും, പിന്നെ മഞ്ജു പിന്നെ സ്വന്തമാക്കിയതിൻ്റെ ശേഷം പഠിപ്പിക്കുള്ളൂ. എന്താ സ്വന്തമാക്കിയിട്ടേ പഠിപ്പിക്കുള്ളൂ? സ്വന്തമാക്കാണ്ട് പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ പഠിപ്പിച്ചൊക്കെ വെറുതെ ആയാലോ? ഹരി എന്താ അങ്ങനെ പറയണേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? പറയാം, അങ്ങനെ പറയല്ല മഞ്ജു, എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം നീ ഇല്ലെങ്കിൽ ഈ ലോകത്ത് എനിക്ക് പിന്നെ ആരുമില്ല. ഞാനൊരു ഭ്രാന്തനായിപ്പോവും. പിന്നെ എൻ്റെ ജീവിതമേ അതോടുകൂടി നഷ്ടപ്പെട്ട് എന്നൊക്കെ പറയും. ശരി ശരി, അതൊന്നും പറയണ്ട, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. നമ്മൾ ചെക്ക്. അപ്പം എൻ്റെ മോൻ താഴ്ത്തുണ്ട്, ഇനി ഓരോ കാര്യത്തിന് വരിക. ചെക്കൻ പോയി. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ടാറ്റാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു ഉമ്മ. ശല്യപ്പെടുത്തേണ്ടത് പിന്നെ വിളിക്കണേ. അപ്പം ടാറ്റാ, ഗുഡ് നൈറ്റ്. നമ്മളെ കഥ കുറേ നീണ്ടുപോയി. നമ്മളെ ഡെക്സ ബേബി ഉണ്ട്. ഡെക്സ ബേബി നമുക്ക് ഒരു ഉമ്മയും കൂടി തരുമോ? തരില്ല കേട്ടാ. ടാറ്റാ, നമ്മളെ ബുക്കൊക്കെ എടുത്തേക്കാൻ പോവാം കേട്ടോ. ഇത്രയും കൂടി ഉള്ളൂ കേട്ടോ. ചക്കരമ്മ, പഞ്ചാരമ്മ, ശർക്കരമ്മ.